ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വണ്ടിയിലിരുന്ന് പറഞ്ഞില്ലേ രഘുവേട്ട, ഇതിനും അവസാന നിമിഷം എന്തെങ്കിലും ഒരു പാര വന്നേക്കുമെന്ന്. കണ്ടില്ലേ? അവർ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് അച്ഛനെ കാണാൻ വന്നതാണെന്ന് രഘുവേട്ടന് തോന്നുന്നുണ്ടോ? അത് പിന്നെ ഒരു നമ്പർ അടിച്ചാന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും അമ്മാവൻ ഇന്ന് ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുക്കുന്ന കാര്യം അവരെങ്ങനെ അറിഞ്ഞു? നമ്മൾ പോലും അനു പറഞ്ഞിട്ടല്ല അറിയുന്നത്. നമ്മൾ അറിയാത്തത് പലതും ഇവിടെ നടക്കുന്നുണ്ടെന്ന് രഘുവേട്ടൻ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇതും നടക്കില്ല രഘുവേട്ട, എനിക്ക് ഉറപ്പാ, നടക്കില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞു തള്ളാൻ വരട്ടെ ചേച്ചി. അച്ഛൻ എന്നോട് വരാൻ പറഞ്ഞത് എന്റെ മുന്നിൽ വെച്ച് സ്വർണം പണയം വെച്ച് രഘുവേട്ടന് 25 ലക്ഷം എടുത്തു കൊടുക്കാൻ വേണ്ടി തന്നെയാ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇന്നത് നടക്കും. ഒന്നും വേണ്ടെന്ന് വെച്ച് വേറെ വഴി നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി അമ്മാവനും വേണ്ടി ഞങ്ങളും തോറ്റുകൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കണോ അനു? ഇന്ന് നിങ്ങൾ ആരും ഇവിടെ തോൽക്കാൻ പോകുന്നില്ല രഘുവേട്ട. ആരെങ്കിലും മനഃപൂർവ്വം നിങ്ങളെ തോൽപ്പിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരാ തോൽക്കുന്നത്. എന്തായാലും അച്ഛനൊന്ന് വന്നോട്ടെ. എല്ലാരും വല്ലാതെ മാറിപ്പോയനു. എനിക്ക് ചീരുവിന്റെ മാറ്റം കാണുമ്പോഴേ ഏറെ സങ്കടം. വിനയൻ ഞങ്ങളോട് കാണിക്കുന്ന അലിവ് പോലും ചില നേരത്തെ അവള് കാണിക്കുന്നില്ലല്ലോ. ചീരു അങ്ങനെ ആയിപ്പോയതാ ചേച്ചി. അവൾക്ക് ചേച്ചിയോടും രഘുവേട്ടനോടും സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ചില കാര്യങ്ങളിൽ അവൾ ഉറച്ച നിലപാടെടുത്തേ തീരൂ എന്നുള്ള അവസ്ഥയാണ്. ഞാൻ എന്റെ ബാഗ് ഒന്ന് എടുത്തോട്ടെ? അതെന്ത് ചോദിക്കാനാ ചീരു? അല്ല, നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടാ. അല്ല, നീ ഇപ്പൊ തന്നെ ബാഗ് എടുത്ത് തിരിച്ചു പോവാണോ? അല്ല, അച്ഛനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചിലപ്പോ ഞാനിനി തിരിച്ചു പോയില്ലെന്നും വരും. മക്കളെയും എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം. എങ്കിൽ പിന്നെ ഇന്ന് തന്നെ കൊണ്ടുവരായിരുന്നില്ലേ? ആദ്യം അങ്ങനെ ചേച്ചി വിചാരിച്ചേ. പിന്നെ അമ്മയുടെ വിഷമം കണ്ടപ്പോ മക്കളെ എടുത്തില്ല. ഞാൻ അവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നാ പിന്നെ തിരിച്ചു പോയില്ലെങ്കിലോ എന്നുള്ള പേടി അമ്മയ്ക്ക്. അതെന്താ, അവിടെ വീണ്ടും വല്ല പ്രശ്നമുണ്ടോ?